ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ജില്ലയിൽ UDF ചരിത്ര വിജയം നേടുമെന്ന് DCC പ്രസിഡന്റ് കെ പ്രവീൺ കുമാർ. UDF പത്രത്താളുകളിൽ മാത്രം ജീവിക്കുന്ന മുന്നണിയായി മാറിയെന്ന് മന്ത്രി AK ശശീന്ദ്രൻ. തദ്ദേശ തിരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ 13-ന് 20 കേന്ദ്രങ്ങളിലായി നടക്കും. അന്താരാഷ്ട്ര വാട്ടർ ഫെസ്റ്റിന് ബേപ്പൂർ ഒരുങ്ങുന്നു. ഡിസംബർ 26 മുതൽ 28 വരെയാണ് ഫെസ്റ്റ്. ഞാൻ സാന്റീന പ്രഭാത്. വിശദമായ വാർത്തകളിലേക്ക്. ജില്ലയിൽ UDF ചരിത്ര വിജയം നേടുമെന്ന് DCC പ്രസിഡന്റ് കെ പ്രവീൺ കുമാർ. കോർപ്പറേഷനും 7 മുനിസിപ്പാലിറ്റികളും ജില്ലാ പഞ്ചായത്തും ഇത്തവണ UDF ഭരിക്കുമെന്നും പ്രവീൺ കുമാർ പറഞ്ഞു. ആകെയുള്ള 70 ഗ്രാമപഞ്ചായത്തുകളിൽ പകുതിയിലേറെ പിടിച്ചെടുക്കുമെന്ന റിപ്പോർട്ടുകളാണ് അടിത്തട്ടിൽ നിന്നും ലഭിക്കുന്നതെന്ന് പ്രവീൺ കുമാർ പറഞ്ഞു. ബ്ലോക്ക് പഞ്ചായത്തുകളിലും ഇതുവരെ ഇല്ലാത്ത മുന്നേറ്റമാകും ഉണ്ടാവുക. എല്ലാ വാർഡുകളിലും UDF വോട്ട് വർദ്ധിപ്പിക്കുമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. കുത്തകയാക്കി വെച്ച പല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും LDF-ൽ നിന്നും പിടിച്ചെടുക്കാൻ ഇത്തവണ സാധിക്കും. മലയോര മേഖല പൂർണ്ണമായും LDF-നെ കൈവിടും. ശബരിമല സ്വർണ്ണക്കൊള്ളയും BJP സർക്കാരിന്റെ B ടീമായി പിണറായി സർക്കാർ പ്രവർത്തിക്കുന്നതും വികസനമില്ലായ്മയുമാണ് തെരഞ്ഞെടുപ്പിൽ UDF ചർച്ചയാക്കിയത്. ഇതിന്റെ പ്രതിഫലനം വോട്ടെടുപ്പിൽ ഉണ്ടായെന്ന പ്രാഥമിക വിവരമാണ് കിട്ടുന്നതെന്നും UDF-ന്റെ മുന്നേറ്റം തിരിച്ചറിഞ്ഞ് കോഴിക്കോട് കോർപ്പറേഷനിൽ ഉൾപ്പെടെ പല ഭാഗത്തും CPM-ഉം BJP-യും പരസ്പര ധാരണയോടെ വോട്ട് മറിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. UDF പത്രത്താളുകളിൽ മാത്രം ജീവിക്കുന്ന മുന്നണിയായി മാറിയെന്ന് മന്ത്രി AK ശശീന്ദ്രൻ. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ LDF മിന്നും വിജയം നേടുമെന്നും മന്ത്രി AK ശശീന്ദ്രൻ പറഞ്ഞു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ LDF ചരിത്ര വിജയം നേടുമെന്നും ജനങ്ങൾ ഇടതുമുന്നണിക്കൊപ്പമാണെന്നും മന്ത്രി AK ശശീന്ദ്രൻ പറഞ്ഞു. ഇടതു സർക്കാർ നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങളെ ആർക്കും അവഗണിക്കാനാകില്ല. വികസനത്തിന്റെ ഗുണഫലം ലഭിക്കാത്ത ഒരു കുടുംബവും കേരളത്തിൽ ഉണ്ടാവില്ലെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ശബരിമല വിഷയം തെരഞ്ഞെടുപ്പിനെ ബാധിക്കില്ല. ശബരിമല വിഷയത്തിൽ ഇടതുപക്ഷം സ്വീകരിച്ചത് ശക്തമായ നിലപാടാണ്. തെറ്റ് ചെയ്തവർ ഉണ്ടെങ്കിൽ അവർ ഇടതുപക്ഷത്തുണ്ടാവില്ലെന്നും മന്ത്രി വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. തദ്ദേശ തിരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ 13-ന് 20 കേന്ദ്രങ്ങളിലായി നടക്കും. ത്രിതല പഞ്ചായത്തുകളുടേത് ബ്ലോക്ക് തലത്തിലും മുനിസിപ്പൽ കോർപ്പറേഷനുകളുടേത് അതത് കേന്ദ്രങ്ങളിലും നടക്കും. വോട്ടെണ്ണൽ ശനിയാഴ്ച രാവിലെ 8-ന് ആരംഭിക്കും. ആദ്യം പോസ്റ്റൽ ബാലറ്റുകളാണ് എണ്ണുക. തുടർന്ന് വോട്ടിംഗ് മെഷീനുകളിലെ വോട്ടുകൾ എണ്ണും. വോട്ടെണ്ണലിന് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിലെ കൺട്രോൾ യൂണിറ്റുകൾ മാത്രമാണ് സ്ട്രോങ് റൂമുകളിൽ നിന്നും എത്തിക്കുക. വാർഡുകളുടെ ക്രമനമ്പർ പ്രകാരമായിരിക്കും വോട്ടിംഗ് മെഷീനുകൾ ഓരോ കൗണ്ടിംഗ് ടേബിളിലും വെക്കുക. കൺട്രോൾ യൂണിറ്റിൽ സീലുകൾ, സ്പെഷ്യൽ ടാഗ് എന്നിവ കൃത്യമായി ഉണ്ടെന്ന് സ്ഥാനാർത്ഥികളുടെയോ കൗണ്ടിംഗ് ഇലക്ഷൻ ഏജന്റുമാരുടെയോ സാന്നിധ്യത്തിൽ പരിശോധിച്ച് ഉറപ്പുവരുത്തിയ ശേഷമായിരിക്കും വോട്ടെണ്ണൽ ആരംഭിക്കുക. കൺട്രോൾ യൂണിറ്റിൽ നിന്നും ആദ്യം ഗ്രാമപഞ്ചായത്ത് സ്ഥാനാർത്ഥികളുടെ വോട്ട് നില ലഭിക്കും. തുടർന്ന് ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥാനാർത്ഥികളുടെയും ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥികളുടെയും വോട്ട് വിവരം കിട്ടും. ഓരോ ബൂത്തും എണ്ണിത്തീരുമ്പോൾ വോട്ട് നില ട്രെൻഡ് പോർട്ടലിൽ അപ്ലോഡ് ചെയ്യും. ലീഡ് നിലയും ഫലവും തത്സമയം അറിയാനാകും. വരണാധികാരി അനുവദിക്കുന്ന വ്യക്തികളെ മാത്രമേ വോട്ടെണ്ണൽ കേന്ദ്രത്തിൽ പ്രവേശിപ്പിക്കൂ. കൗണ്ടിംഗ് ഉദ്യോഗസ്ഥർ, തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അധികാരപ്പെടുത്തിയ ഉദ്യോഗസ്ഥർ, സ്ഥാനാർത്ഥികൾ, ഇലക്ഷൻ ഏജന്റുമാർ, കൗണ്ടിംഗ് ഏജന്റുമാർ എന്നിവർക്കാണ് വോട്ടെണ്ണൽ കേന്ദ്രത്തിൽ പ്രവേശിക്കാൻ അനുവാദമുള്ളത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ആവേശം നിറച്ച് തദ്ദേശ തിരഞ്ഞെടുപ്പ്. ആവേശത്തോടെ വോട്ടർമാർ എത്തിയപ്പോൾ ജില്ലയിൽ ഇത്തവണ 77.24% പോളിംഗ്.
രാവിലെ പതിയെ ആണ് പോളിംഗ് തുടങ്ങിയതെങ്കിലും ക്രമേണ പോളിംഗ് നിരക്കുയർന്നു. പോളിംഗ് ഓഫീസർമാർ പരിചയസമ്പന്നരായതിനാൽ പലയിടത്തും അതിവേഗം പോളിംഗ് പുരോഗമിച്ചു. ഇതുമൂലം അധികം കാത്തുനിൽപ്പില്ലാതെ തന്നെ വോട്ടർമാർക്ക് വോട്ട് ചെയ്തു മടങ്ങാനായി. വൈകിട്ട് 6 തന്നെ മിക്കയിടങ്ങളിലും പോളിംഗ് അവസാനിച്ചിരുന്നു. ഏതാനും ചിലയിടങ്ങളിൽ മാത്രമാണ് രാത്രി 7 ശേഷവും പോളിംഗ് നീണ്ടത്. ഒറ്റപ്പെട്ട മേഖലകളിൽ സംഘർഷമുണ്ടായതൊഴിച്ചാൽ പോളിംഗ് സമാധാനപരമായിരുന്നു. നേരിയ സംഘർഷങ്ങളും പ്രവർത്തകർ തമ്മിലുള്ള ഉന്തും തള്ളും ചിലയിടത്തുണ്ടായി. മറ്റ് കാര്യമായ അക്രമ സംഭവങ്ങളൊന്നും ഉണ്ടായില്ല. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ കള്ളവോട്ട് ശ്രമങ്ങളും ഉണ്ടായി. അതേസമയം ഒരുപാട് വോട്ടർമാർ വോട്ടർ പട്ടികയിൽ പേരില്ലാതെ മടങ്ങിപ്പോയ സാഹചര്യവും ഉണ്ടായി. കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് മിക്ക തദ്ദേശ സ്ഥാപനങ്ങളിലേക്കും 2 മുതൽ 3% വരെ പോളിംഗ് കുറഞ്ഞിട്ടുണ്ട്. കോഴിക്കോട് കോർപ്പറേഷനിലേക്ക് 69.55% പോളിംഗും ജില്ലാ പഞ്ചായത്തിലേക്ക് 79.06% പോളിംഗും രേഖപ്പെടുത്തി. നഗരസഭകളിൽ ശരാശരി 75-നും 80-നും ഇടയിലാണ് പോളിംഗ് ശതമാനം. ബ്ലോക്ക് പഞ്ചായത്തുകളിൽ പലയിടത്തും 80%-ലേറെ പോളിംഗ് രേഖപ്പെടുത്തി. വോട്ടെണ്ണൽ ഡിസംബർ 13 രാവിലെ 8 മണി മുതൽ നടക്കും. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. തിരിച്ചെത്താം ഒരിടവേളയ്ക്ക് ശേഷം. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. Bobby Chamanur International Jewelers presents Christmas and New Year offer. Shop now and enjoy incredible offers. Win 5 Bajaj Chetak EV scooters through a lucky draw and get a chance to drive home the bumper prize. Suzuki Grand Vitara. Get up to 50% discount on making charges for diamond, uncut, Navaratna and platinum ornaments. Purchase diamond, uncut or platinum ornaments worth above ₹2 lakh and get a gold coin free. Making charges for HUID 916 gold ornaments start from just 2.9%. Bobby Chamanur International Jewelers, traditionally trusted for 162 years. Surprise! Happy birthday! Friends and party time, flavors and party time. Friends and party time, flavors and party time. A party, party. A party, party. Ice cream party time. Just come in, taste it, you love it. Milma ice cream, friends in the three flavors. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. അന്താരാഷ്ട്ര വാട്ടർ ഫെസ്റ്റിന് ബേപ്പൂർ ഒരുങ്ങുന്നു. ഡിസംബർ 26 മുതൽ 28 വരെയാണ് ഫെസ്റ്റ്. ഫെസ്റ്റിന് മാറ്റുകൂട്ടാൻ വൈവിധ്യമാർന്ന പരിപാടികൾ അരങ്ങേറും. ബേപ്പൂരിന്റെ പേരും പെരുമയും ലോകത്തിനു മുമ്പിൽ അവതരിപ്പിക്കുന്ന ബേപ്പൂർ ഇന്റർനാഷണൽ വാട്ടർ ഫെസ്റ്റിന്റെ 5ാം എഡിഷൻ ഡിസംബർ 26, 27, 28 തീയതികളിൽ നടക്കും. ഫെസ്റ്റിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന വിവിധ പരിപാടികൾക്കും മത്സരങ്ങൾക്കും ബേപ്പൂർ, ചാലിയം, നല്ലൂർ, രാമനാട്ടുകര, ഫറോക്ക് വി പാർക്ക്, നല്ലളം വി പാർക്ക്, നല്ലളം അബ്ദുറഹ്മാൻ പാർക്ക് എന്നിവിടങ്ങളിലാണ് വേദിയൊരുങ്ങുക. ഡിസംബർ 25 മുതൽ 29 വരെ ബേപ്പൂരിൽ ഫുഡ് ഫെസ്റ്റും സംഘടിപ്പിക്കും. കൈറ്റ് ഫെസ്റ്റ്, കപ്പലുകളുടെയും നാവിക സാങ്കേതിക വിദ്യയുടെയും പ്രദർശനം, ജലസാഹസിക പ്രകടനങ്ങൾ, ബീച്ച് സ്പോർട്സ്, വാട്ടർ സ്പോർട്സ്, കലോത്സവം തുടങ്ങിയവ ഫെസ്റ്റിന്റെ ഭാഗമായുണ്ടാകും. മുഖ്യ ആകർഷകമായ കൈറ്റ് ഫെസ്റ്റിവലിൽ 5 രാജ്യങ്ങളിൽ നിന്നുള്ള മത്സരാർത്ഥികൾ പങ്കാളികളാകും. ഫെസ്റ്റിന് മുന്നോടിയായി ഡിസംബർ 25-ന് കോഴിക്കോട് നിന്ന് ബേപ്പൂരിലേക്ക് സൈക്കിൾ റാലിയും 28-ന് ചാലിയത്ത് നിന്ന് ബേപ്പൂരിലേക്ക് മാരത്തോണും സംഘടിപ്പിക്കും. ബീച്ച് സ്പോർട്സ് മത്സരങ്ങളുടെ ഭാഗമായ കബഡി, ബീച്ച് ഫുട്ബോൾ, ബീച്ച് വോളിബോൾ മത്സരങ്ങൾ ഡിസംബർ 22, 23, 24 തീയതികളിൽ നടക്കും. ചെസ് മത്സരം, കളരി, കരാട്ടെ, മാർഷൽ ആർട്സ് ഡെമോൺസ്ട്രേഷൻ എന്നിവയും ഉണ്ടാകും. വിപുലമായ ജലസാഹസിക കായിക പ്രകടനങ്ങളാണ് ഇത്തവണ ഫെസ്റ്റിന്റെ ഭാഗമാകുക. കയാക്കിംഗ്, സെയിലിംഗ്, ഡ്രാഗൺ ബോട്ട് റേസ്, സർഫിംഗ്, സ്റ്റാൻഡപ്പ് പാഡലിംഗ്, ജെറ്റ് സ്കി, ഫ്ലൈബോട്ട്, ഡിങ്കി ബോട്ട് റേസ്, കൺട്രി ബോട്ട് റേസ് എന്നിവ ഡിസംബർ 26 മുതൽ 28 വരെ നടക്കും. റെസിഡൻഷ്യൽ കലോത്സവം, കുടുംബശ്രീ കലോത്സവം എന്നിവയുടെ ഭാഗമായി വിവിധ വേദികളിലായി സിനിമാറ്റിക് ഡാൻസ്, ഗാനമേള, കോമഡി സ്കിറ്റ്, നൊസ്റ്റാൾജിക് ഡാൻസ്, ഒപ്പന, തിരുവാതിരക്കളി, കോൽക്കളി, നാടൻപാട്ട് തുടങ്ങിയവ അരങ്ങേറും. സ്കൂൾ കലോത്സവ ജേതാക്കളുടെ പരിപാടികൾ, ഭിന്നശേഷി കുട്ടികൾ, മ്യൂസിക് സ്കൂളുകൾ, വയോജനങ്ങൾ എന്നിവരുടെ കലാപരിപാടികൾ,
പ്രാദേശിക നാടകങ്ങൾ, കുട്ടികൾക്കായുള്ള മാജിക് ഷോ എന്നിവയും ഫെസ്റ്റിന്റെ ഭാഗമായി സംഘടിപ്പിക്കും. ന്യൂസ് ബ്യൂറോ, ബേപ്പൂർ. ദിലീപ് തിരിച്ചു വരണമെന്ന കാര്യത്തിൽ അമ്മ തീരുമാനം എടുത്തിട്ടില്ലെന്ന് നടൻ ജോയ് മാത്യു. അത്തരം ചർച്ചകളൊന്നും നടന്നിട്ടില്ലെന്നും ജോയ് മാത്യു പറഞ്ഞു. നടിയെ ആക്രമിച്ച കേസിൽ തന്റെ സങ്കല്പത്തിലുള്ള കോടതി വിധി ഇതായിരുന്നില്ലെന്ന് താരസംഘടനയായ അമ്മയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗവും നടനും സംവിധായകനുമായ ജോയ് മാത്യു. നിലവിലെ ഭൗതിക സാഹചര്യങ്ങളിൽ ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ വിധി അംഗീകരിക്കുന്നു. കേസിൽ ഇനിയും അപ്പീൽ പോകാനാകും. അതിജീവിതയ്ക്കൊപ്പം എന്ന ക്ലീഷേ ഡയലോഗിന് നിൽക്കുന്നില്ല. അങ്ങനെ പറയുന്നവരുടെ നിലപാടുകൾ നിങ്ങൾക്ക് അറിയാവുന്നതാണ്, ജോയ് മാത്യു പറഞ്ഞു. ദിലീപ് തിരിച്ചു വരണമെന്ന് അമ്മ തീരുമാനിച്ചിട്ടില്ല. അത്തരം ഒരു ചർച്ചയും നടന്നിട്ടില്ല. വരണോ വേണ്ടയോ എന്നത് അദ്ദേഹം ആലോചിക്കേണ്ടതാണ്. രാജിവെച്ച് പോയതല്ലേ, അപ്പോൾ സ്വാഭാവികമായും വീണ്ടും അംഗത്വത്തിന് അപേക്ഷിക്കണം. അംഗങ്ങളുടെ ക്ഷേമത്തിനു വേണ്ടിയുള്ള ചാരിറ്റബിൾ ഓർഗനൈസേഷനാണ് അമ്മ. ഫെഫ്ക, പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പോലെ വിലപേശൽ ശേഷിയുള്ള സംഘടനയല്ല. ഒരു നടനെ പുറത്താക്കിയാൽ ബാക്കി അംഗങ്ങൾ പണിമുടക്കും എന്നൊന്നുമില്ല. കേസിൽ ഗൂഢാലോചന ഉണ്ടായതായി ദിലീപ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് അങ്ങനെ തോന്നിയിട്ടുണ്ടാകാം. എങ്കിൽ 85 ദിവസം ജയിലിൽ ഇട്ടതിനെതിരെ ദിലീപ് കേസിന് പോകണമെന്നും ജോയ് മാത്യു പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. നടിയെ ആക്രമിച്ചവരുമായി ബന്ധപ്പെട്ട കോടതി വിധിക്കെതിരെ സ്ത്രീ സംഘടനകൾ പ്രതിഷേധിച്ചു. മൊഫ്യൂസിൽ ബസ് സ്റ്റാൻഡ് പരിസരത്ത് സംഘടിപ്പിച്ച പ്രവർത്തകർ അതിജീവിതയ്ക്കൊപ്പമെന്ന് പ്രഖ്യാപിച്ചു. പ്രതിഷേധ പരിപാടി അന്വേഷി പ്രസിഡന്റ് കെ അജിത ഉദ്ഘാടനം ചെയ്തു. നടി ആക്രമിക്കപ്പെട്ട കേസിലെ കോടതി വിധിക്കെതിരെ പ്രതിഷേധവുമായി പെൺ സൗഹൃദ വേദിയുടെ നേതൃത്വത്തിൽ പുതിയ ബസ് സ്റ്റാൻഡിൽ സ്ത്രീകൾ ഒത്തുചേർന്നു. അന്വേഷിയും പെൺകൂട്ടും ഉൾപ്പെടെയുള്ള സ്ത്രീ സംഘടനകളിൽപ്പെട്ടവരാണ് വിധിക്കെതിരെ തെരുവിൽ ഇറങ്ങുകയാണെന്ന പ്രഖ്യാപനവുമായി ഒത്തുചേർന്നത്. പ്രതിഷേധ പരിപാടി അന്വേഷി പ്രസിഡന്റ് കെ അജിത ഉദ്ഘാടനം ചെയ്തു. പ്രോസിക്യൂഷൻ വാദങ്ങൾ കേൾക്കാൻ ജഡ്ജി തയ്യാറായില്ലെന്നും പ്രതികളുടെ അഭിഭാഷകർ പറയുന്നതാണ് ജഡ്ജി കേട്ടതെന്നും അജിത പറഞ്ഞു. സമൂഹത്തിൽ പ്രശസ്തയായ ആ നടിയെ ഇത്തരത്തിൽ ക്രൂരമായി ബലാത്സംഗം ചെയ്ത് അതിൻ്റെ വീഡിയോ എടുത്ത് സൂക്ഷിച്ച് അങ്ങനെ അതിഭീകരമായ രീതിയിൽ അവളെ അപമാനിച്ച, ഇതിൽ ശരിക്കും ബലാത്സംഗം എന്ന് പറഞ്ഞാൽ ശരീരത്തിന് നേരെയുള്ള ആക്രമണത്തെക്കാൾ കൂടുതലായിട്ട് ഒരാളുടെ വ്യക്തിത്വത്തിന് നേരെയുള്ള ആക്രമണമാണ്. അവരുടെ മനസ്സിലേറ്റ ആഘാതം, അവരുടെ മനസ്സിലേറ്റിട്ടുള്ള ട്രോമ, അത് അത്ര എളുപ്പത്തിൽ പോകില്ല. ഈ കേസിലും നമുക്കറിയാം 5 വർഷമെടുത്തു നമ്മുടെ നടിക്ക് അവരുടെ സാധാരണ നിലയിലേക്ക് അല്ലെങ്കിൽ ശരിയായ പോരാട്ട രംഗത്തേക്ക് ഇറങ്ങണമെന്ന് തീരുമാനിക്കാൻ. കാരണം അവർക്ക് അത്രമാത്രം നീചമായ പല അനുഭവങ്ങളും ഉണ്ടായി. കഴിഞ്ഞ 8 വർഷമായി തല ഉയർത്തിപ്പിടിച്ച് നടക്കുന്ന അതിജീവിതയ്ക്കൊപ്പമാണ് കേരളീയ സമൂഹമെന്നുള്ള പ്രഖ്യാപനമാണ് പെൺ സൗഹൃദ വേദി നടത്തിയത്. വിജി പെൺകുട്ട്, ജാൻസി ജോസ്, പി ശ്രീജ, CS എലിസബത്ത്, CK ഹമീദ എന്നിവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ജില്ലാ വാർത്തയിൽ ഒരിടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. Bobby Chamanur International Jewelers presents Christmas and New Year offer. Shop now and enjoy incredible offers. Win 5 Bajaj Chetak EV scooters through a lucky draw and get a chance to drive home the bumper prize. Suzuki Grand Vitara. Get up to 50% discount on making charges for diamond, uncut, Navaratna and platinum ornaments. Purchase diamond, uncut or platinum ornaments worth above ₹2 lakh and get a gold coin free. Making charges for HUID 916 gold ornaments start from just 2.9%. Bobby Chamanur International Jewelers, traditionally trusted for 162 years. ചായ ചായ വിളി തുടങ്ങി. ഉഷേ ചായ. ഉഷ ഇവിടെ ഇല്ല. എന്നാ നിനക്കൊരു ചായ. അച്ഛനൊരു ചായ ഉണ്ടാക്കിയപ്പോ എന്താ? റിട്ടയർഡ് CI ചായ ഉണ്ടാക്കാൻ. അതിനൊരു വഴിയുണ്ട്, വാ. മിൽമ ഡേ ടു ഡേ ഡയറി വൈറ്റ്നർ. ഇനി നല്ല അടിപൊളി ചായ ഉണ്ടാക്കാൻ ഏതൊരു പോലീസുകാരനും പറ്റും. പാലിന്റെ ഗുണമേന്മയോടെ മിൽമ ഡേ ടു ഡേ ഡയറി വൈറ്റ്നർ റിച്ച് ടേസ്റ്റി ചായക്ക്. അമ്മയുടെ ചായയൊക്കെ കൊള്ളാം അല്ലേ? ഉവ്വേ, ടേസ്റ്റി ചായ ഈസിയായി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ.
വാർത്തകൾ തുടരുന്നു. കാറിടിച്ച് സ്കൂട്ടർ യാത്രക്കാരൻ മരിച്ചു. പെരിങ്ങളം സ്വദേശി സുബ്രഹ്മണ്യനാണ് മരിച്ചത്. കൂടെ യാത്ര ചെയ്ത ഭാര്യ ഷൈനിയെ ഗുരുതര പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മുണ്ടിക്കൽ താഴത്തിന് സമീപം ചേവരമ്പലം മിനി ബൈപ്പാസിൽ കാറിടിച്ച് സ്കൂട്ടർ യാത്രക്കാരൻ മരിച്ചു. പെരിങ്ങളം മുണ്ടക്കൽ സ്വദേശി ചോലക്കൽ സുബ്രഹ്മണ്യനാണ് മരിച്ചത്. ഭാര്യ ഷൈനിയെ ഗുരുതരമായ പരിക്കുകളോടെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇന്നലെ രാത്രി 10 മണിയോടെയാണ് അപകടം. അനുനന്ദനയാണ് സുബ്രഹ്മണ്യന്റെ മകൾ. കോഴിക്കോട് ഭാഗത്തേക്കുള്ള കാർ നഗരത്തിൽ നിന്ന് വീട്ടിലേക്ക് പോകുകയായിരുന്ന ദമ്പതികളുടെ സ്കൂട്ടറിൽ ഇടിക്കുകയായിരുന്നു. പരിസരവാസികളും ചേവായൂർ പോലീസും ചേർന്ന് ഉടൻ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും വഴിമധ്യേ സുബ്രഹ്മണ്യൻ മരിച്ചു. അപകട ശബ്ദം കേട്ട് പരിസരവാസികൾ ഓടിയെത്തുമ്പോഴേക്കും കാറിലുണ്ടായിരുന്നവർ കടന്നുകളഞ്ഞു. കാർ യാത്രക്കാർ മദ്യപിച്ചിരുന്നതായി സംശയിക്കുന്നതായി ചേവായൂർ പോലീസ് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. മേപ്പാടി ലവ് ഷോർ സ്പെഷ്യൽ സ്കൂൾ ഫിസിയോതെറാപ്പി സെന്റർ നവീകരിച്ചു. തിരുവനന്തപുരം ആസ്ഥാനമായ ഡിഫറന്റ് ആർട്സ് സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ നവീകരിച്ച സെന്റർ ജീവകാരുണ്യ പ്രവർത്തകൻ ഗോപിനാഥ് മുതുകാട് ഉദ്ഘാടനം ചെയ്തു. ബുദ്ധിപരമായ വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികളുടെ ആശ്രയമാണ് കോഴിക്കോട് കൊടിയത്തൂർ ആസ്ഥാനമായ ലവ് ഷോർ സ്പെഷ്യൽ സ്കൂൾ. ലവ് ഷോറിന്റെ വയനാട് മേപ്പാടിയിലെ ഫിസിയോതെറാപ്പി സെന്ററാണ് ഗോപിനാഥ് മുതുകാട് നേതൃത്വം നൽകുന്ന തിരുവനന്തപുരം ആസ്ഥാനമായ ഡിഫറന്റ് ആർട്ട് സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ നവീകരിച്ചത്. അത്യാധുനിക ഉപകരണങ്ങളും ജിമ്മുമൊക്കെയായി അതിമനോഹരമായാണ് ലവ് ഷോർ നവീകരിച്ചിരിക്കുന്നത്. മേപ്പാടി മാനിവയലിലാണ് മനോഹരമായ പുതിയ സെന്റർ യാഥാർത്ഥ്യമായത്. ലവ് ഷോർ ഫിസിയോതെറാപ്പി സെന്ററിന്റെ ഉദ്ഘാടനം തിരുവനന്തപുരം ഡിഫറന്റ് ആർട്ട് സെന്റർ മേധാവി മജീഷ്യൻ ഗോപിനാഥ് മുതുകാട് നിർവഹിച്ചു. ഞങ്ങൾ അവിടെ ഒരു ലൈബ്രറിയൻ, ഒരു ഓട്ടിസം, സിവിയർ ഓട്ടിസം ഉള്ള ഒരു കുട്ടിയായിരുന്നു. ആ കുട്ടി രംഗനാഥ് എന്നാണ് ആ കുട്ടിയുടെ പേര്. അവനവിടെ വരുന്ന സമയത്ത് ഒരുപാട് പ്രശ്നങ്ങളുള്ള കുട്ടിയായിരുന്നു. പക്ഷെ ഇന്ന് അവിടെ എല്ലാ മാസവും സാലറി മേടിക്കുന്ന ലൈബ്രറിയനാക്കി മാറ്റി. എന്താ കാരണം എന്നറിയാമോ? അവിടെ 4 പുസ്തകം എടുത്തു കഴിഞ്ഞാലും അവന്റെ ബ്രെയിനിൽ അവിടെ സൂക്ഷിക്കും. കൃത്യം ആ ദിവസമാവുന്ന സമയത്ത് അവരെ വിളിക്കും, പുസ്തകം തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി പറയും. അവൻ രജിസ്റ്റർ വേണ്ട, കമ്പ്യൂട്ടർ വേണ്ട, ആയിരക്കണക്കിന് പുസ്തകങ്ങളെ കൃത്യമായിട്ട് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. ഒരു നമ്പർ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏത് പുസ്തകമാണെന്ന് പറയാൻ സാധിക്കും. നമുക്ക് പറ്റുമോ? ഇല്ല. അപ്പോൾ അങ്ങനെയുള്ള അപാരമായ സാധ്യതകൾ ഓരോ കുട്ടികളിലും, ഓരോ കുട്ടിയിലും ഓരോ ടാലന്റ് ഉണ്ട്. ആ ടാലന്റ് കണ്ടെത്തുവാനുള്ള ഒരു സാധ്യത കൃത്യമായിട്ടുള്ള ഓക്യുപേഷണൽ തെറാപ്പിസ്റ്റുകളും സൈക്കോളജിസ്റ്റുകളും ഒക്കെ കൂടിച്ചേർന്ന് നമുക്ക് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവരെ ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും. ബഹ്റൈൻ ആസ്ഥാനമായ ഷാദ് മെമ്മോറിയൽ ചാരിറ്റബിൾ ട്രസ്റ്റാണ് ഫിസിയോതെറാപ്പി സെന്ററിന് ക്ലാസ് റൂമുകൾ നൽകിയത്. സമൂഹത്തിൽ വെല്ലുവിളികൾ നേരിടുന്നവർക്കായി നല്ല പുനരധിവാസമുണ്ടാവുക എന്നത് ആശ്വാസകരമാണെന്ന് ഷാദ് ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ ഷാഫി പറക്കട്ട പറഞ്ഞു. 600ഓളം കുട്ടികളുടെ ആശ്രയമായ ലവ് ഷോറിന്റെ നവീകരണം ഏറെ ശ്രമകരമായിരുന്നെന്ന് ലവ് ഷോർ ചാരിറ്റബിൾ ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി UA മുനീർ പറഞ്ഞു. സ്വന്തമായി ഒരു കെട്ടിടമില്ലാതെ, സ്ഥലമില്ലാതെ പല ദിക്കുകളിലും, പല കോട്ടേഴ്സുകളിലും, മദ്രസകളിലും മറ്റു പല സ്ഥലങ്ങളിലും മാറി മാറി സഞ്ചരിച്ച് ഇന്ന് ദൈവത്തിന്റെ അപാരമായ അനുഗ്രഹത്താൽ ഏറ്റവും മനോഹരമായ ഒരു കെട്ടിടം നമുക്ക് KC ബഷീർ അഹമ്മദ്, നസീർ ലോക്സ് കോഴിക്കോട്, അസീസ് വയനാട്, പ്രോഗ്രാം കോർഡിനേറ്റർ B നാസർ, കാരാടൻ നജീബ്, മജീദ് പുളിക്കൽ, ഷിബില മേപ്പാടി തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. വിദ്യാർത്ഥി പ്രതിനിധി ലിജി കവിത ആലപിച്ചു. ന്യൂസ് ബ്യൂറോ, കൽപ്പറ്റ. നല്ലൂർ അയ്യപ്പൻ വിളക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ 11ാമത് അയ്യപ്പൻ വിളക്ക് മഹോത്സവം ഭക്തിയാദരപൂർവ്വം കൊണ്ടാടി. പാലക്കൊമ്പ് എഴുന്നള്ളിപ്പും പ്രസാദ ഊട്ടും കലാപരിപാടികളും വിളക്കിന് പൂർണ്ണതയേകി. പുലർച്ചെ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമത്തോടെ അയ്യപ്പൻ വിളക്ക് ചടങ്ങുകൾ ആരംഭിച്ചു. നല്ലൂർ അയ്യപ്പ ഭജന മഠത്തിൽ നിന്നും താലപ്പൊലിയോടെ പ്രതിഷ്ഠ എഴുന്നള്ളിപ്പും തുടർന്ന് ചെണ്ടമേളത്തോടെ പ്രതിഷ്ഠയും നടന്നു. ഉച്ചയ്ക്ക് ഭക്തർക്കായി പ്രസാദ ഊട്ടും ഒരുക്കി. നല്ലൂർ ശിവക്ഷേത്ര സന്നിധിയിൽ നിന്നും ഗജവീരന്റെയും താലപ്പൊലിയുടെയും ചെണ്ടമേളത്തിന്റെയും നൃത്താഞ്ജലിയുടെയും അകമ്പടിയോടെ പാലക്കൊമ്പ് എഴുന്നള്ളിപ്പ് എത്തി. ഭക്തിഗാനമേളയും സംഘടിപ്പിച്ചു.
അയ്യപ്പൻ പാട്ട്, പൂക്കുലക്കിണ്ടി എഴുന്നള്ളിപ്പ്, കനലാട്ടം, തിരിയൊഴിച്ചിൽ, വെട്ടും തടവും എന്നീ ചടങ്ങുകളും ആചാരത്തനിമയോടെ നടന്നു. ഗുരുതി തർപ്പണത്തിന് ശേഷം അമ്പലം ചായ്ക്കലോടെ വിളക്കുത്സവം സമാപിച്ചു. നാട്യവിരുന്നിന് ദേശത്തെ കലാകാരികളും, ഭക്തിഗാനമേളയ്ക്ക് സൂര്യ ഓർക്കസ്ട്രയും, നൃത്താഞ്ജലിക്ക് ശിവപ്രിയം നാട്യകലാക്ഷേത്ര മണ്ണൂരും, ചെണ്ടമേളത്തിന് വെളിമുക്ക് രാമദാസനും സംഘവും നേതൃത്വം നൽകി. ഭാരവാഹികളായ കുറിയേടത്ത് പുഷ്പരാജൻ, ചെറുകാട്ട് സുധർമ്മൻ, പൊന്നേമ്പറമ്പത്ത് ഷിബു തുടങ്ങിയവർ അയ്യപ്പൻ വിളക്ക് മഹോത്സവ പരിപാടികൾ ഏകോപിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, ഫറൂഖ്. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ജില്ലയിൽ UDF ചരിത്ര വിജയം നേടുമെന്ന് DCC പ്രസിഡന്റ് കെ പ്രവീൺ കുമാർ. UDF പത്രത്താളുകളിൽ മാത്രം ജീവിക്കുന്ന മുന്നണിയായി മാറിയെന്ന് മന്ത്രി AK ശശീന്ദ്രൻ. തദ്ദേശ തിരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ 13-ന് 20 കേന്ദ്രങ്ങളിലായി നടക്കും. അന്താരാഷ്ട്ര വാട്ടർ ഫെസ്റ്റിന് ബേപ്പൂർ ഒരുങ്ങുന്നു. ഡിസംബർ 26 മുതൽ 28 വരെയാണ് ഫെസ്റ്റ്. ഇതോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.